ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിബ ഇസ്ലാമിൽ എന്തുകൊണ്ട് ഹറാമായി എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അത് ദൈവം അത് നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഖുർആനിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, ട്രേഡ് ഹലാലാക്കുകയും റിബ ഹറാമാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. ഇനി എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് ഹറാമാക്കിയെന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതിൽ 4 ഞാനിവിടെ പറയുന്നത്. ഒന്നാമത്തേത്, റിയൽ ആയ ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഒന്നും നടക്കാതെ തന്നെ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റോ സർവീസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാല്യൂ അഡീഷനോ ഒന്നും കൊടുക്കാതെ നമുക്ക് പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇതിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഇവിടെ പണത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ലല്ലോ. രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ റിസ്ക് ഒന്നും ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ റിസ്ക് കൊണ്ട് ഉദ്ദേശം എക്കണോമിക് റിസ്ക് ആണ്, അല്ലാതെ റീപേയ്മെന്റ് തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട റിസ്ക് അല്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു സാധാരണക്കാരന് പണം കടമെടുക്കുന്നത് എപ്പോഴാണ്? പണം ഇല്ലാതെയാവുമ്പോഴാണ് അല്ലെ. അങ്ങനെ ഒരാള് ജീവിക്കാൻ വേണ്ടി പണം കടമെടുത്ത് ബിസിനസ് തുടങ്ങുന്നു. ഒരു 2-3 വർഷം കഴിഞ്ഞ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആ ബിസിനസ് നഷ്ടം കാരണം അടച്ചുപൂട്ടേണ്ടി വരുന്നു. അത്തരം ഒരു അവസ്ഥയിൽ ഈ പണം കടം വാങ്ങിയ ആളുടെ മാനസികാവസ്ഥ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സാഹചര്യത്തിൽ പോലും പണം കടം കൊടുത്ത ആള് പണം വാങ്ങിയ ആളോട് എന്താണ് പറയുന്നത്? നിങ്ങളുടെ സാഹചര്യമൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, ഞാൻ തന്ന പണം എനിക്ക് തിരിച്ചു കിട്ടണം, അത് മാത്രം പോരാ, എന്റെ പലിശയും കിട്ടണം, പലിശയുടെ പലിശയും കിട്ടണം എന്ന് പറയുമ്പോൾ അത് പണം കടം വാങ്ങിയ ആളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് എത്രമാത്രം മനുഷ്യത്വരഹിതമാണ് എന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, പണം എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്, ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമാണ്, അല്ലാതെ കമ്മോഡിറ്റി അല്ല. അതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് അല്ലെങ്കിൽ അത് കൊടുത്ത് പണം ഉണ്ടാക്കുന്നത് എന്നല്ല, ശരിയല്ല. ഇപ്പൊ എന്റെ അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ട് എനിക്ക് അയാളുടെ അടുത്ത് നിന്ന് റെന്റ് പണമായിട്ട് വാങ്ങാൻ പറ്റും. അതുപോലെ നമുക്ക് ഒരാൾക്ക് പണം ഉപയോഗിക്കാൻ കൊടുത്തിട്ട് റെന്റ് വാങ്ങാൻ പറ്റും. പണം എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് വാങ്ങാനുള്ള ഒരു ടൂള് മാത്രമാണ്, അല്ലാതെ അതൊരു കമ്മോഡിറ്റി ആയി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ്, ഇത് പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പണമുള്ളവന് ആ പണം കടം കൊടുത്ത് കൂടുതൽ പണം ഉണ്ടാക്കുന്നു, പാവപ്പെട്ടവൻ പലിശയും പലിശയുടെ പലിശയും ഒക്കെ അടച്ച് കൂടുതൽ ദരിദ്രനാവുന്നു. ഇനി ഇതല്ലാത്ത മറ്റു പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുക. That's all for now. This is Salim signing off. Barakah in your wealth, peace in your heart.